നമസ്കാരം ഗൈസ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ട്രക്ക് ഡ്രൈവറിൻ്റെ ഭാര്യ ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ അത്ര എളുപ്പമുള്ള കാര്യമല്ല, എസ്പെഷ്യലി ഇൻ കാനഡ. ബിക്കോസ് നമ്മുടെ ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഫാമിലി, അവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. മിക്കവരും ആ ഒരു ഫാമിലിക്കകത്ത്, ആ ഒരു വീടിനകത്ത് ആണ് അവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു ട്രക്ക് ഡ്രൈവർ ആയിരിക്കുന്ന ഭർത്താവ് 5-6 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പം നമ്മൾ ഒരുപാട് തനിച്ചായി പോവും. ഈവൻ നമുക്ക് 5-6 കുട്ടികൾ ഉണ്ടായാൽ പോലും ഒരു വലിയൊരു പാർട്ട്ണറല്ലേ, ഒരു പാർട്ട്ണർ കുറച്ച് നാൾ മാറി നിൽക്കുമ്പം അതിൻ്റേതായ ഒരു വിഷമമൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ നമ്മൾ കുറേ ഇൻഡിപെൻഡൻ്റ് ആവും. നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ തന്നെത്താനെ ചെയ്യാനൊക്കെ പഠിക്കും. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യമാണ് നമ്മൾ കാർ ഓടിക്കാൻ വേഗം പഠിക്കും. അപ്പോൾ ഒരു പ്രൗഡ് മൊമെൻ്റ് ഒക്കെ തന്നെയാണ്. ഏതായാലും മുമ്പ് അച്ചാച്ചൻ ഇപ്പം അധികം പോകാറില്ല ട്രക്കിൽ, എന്നാലും മുമ്പ് പോയിക്കൊണ്ടിരുന്നപ്പം ഈ 6 ദിവസമൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഈ 6 ദിവസത്തിന് വേണ്ടിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വിടാറുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. 6 ദിവസം എന്തൊക്കെയാണ് മെനു പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുക. എനിക്ക് ആദ്യം അച്ചാച്ചൻ ട്രക്കിംഗ് ഫീൽഡിൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് വലുതായിട്ട് ഈ മലയാളീസിലെ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ഭാര്യമാരെ ഒന്നും വലുതായിട്ട് അറിയില്ല. എനിക്കറിയാവുന്നൊരു പഞ്ചാബിയായിരുന്നു. അവരെന്നോട് ചോദിച്ചു, എന്താ നീ ഉണ്ടാക്കി കൊടുത്തിരുന്നത്? എനിക്കറിയത്തില്ല. അന്ന് ഞാൻ കുറേ ചപ്പാത്തിയും കറിയൊക്കെയാണ് ഉണ്ടാക്കി കൊടുത്തു വിട്ടേ. ഏതായാലും ഇന്ന് അച്ചാച്ചനൊരു 7 മണിക്ക് ട്രിപ്പുണ്ട്. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു വെളുപ്പിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു 5 മണിയായപ്പോൾ എണ്ണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ചായ ഇട്ട് അച്ചാച്ചനെ വിളിച്ചു. ഇന്ന് അധികം ഫുഡൊന്നും കൊണ്ടുപോകാനില്ല, ഒരു സാൻഡ്വിച്ച് കൊണ്ടുപോകും, പിന്നെ ചോറ് കൊണ്ടുപോകും. സാൻഡ്വിച്ചിന് വേണ്ടി നമ്മൾ പീനട്ട് ബട്ടർ അല്ല, ഇത് ആക്ച്വലി ഒരു മിക്സ്ഡ് നട്ട് ബട്ടറാണ്. നമ്മൾ ക്രിക്ലാൻഡിൻ്റെ കോസ്കോന്ന് വാങ്ങിച്ചതാണ്. ഇതും ഒന്ന് ടോസ്റ്റ് ചെയ്ത ഒരു ബ്രെഡിൽ തേച്ചിട്ട് പ്ലസ് പഴം ഉണ്ടല്ലോ, പഴവും ചേർത്ത് ഒരു ഈ പീനട്ട് ബട്ടർ ബനാന സാൻഡ്വിച്ച് എന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു സ്വീറ്റ് പോലത്തെ ഒരു സാധനമാണ്. നല്ല ഹെൽത്തിയാണ് ആക്ച്വലി. നമ്മൾ എക്സ്ട്രാ ഈ വൈറ്റ് ബ്രെഡ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കുറച്ച് ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് ഫില്ല് ചെയ്യും എന്നുള്ളതാണ്. അത്യാവശ്യം ലൈറ്റായിട്ട് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകും, പക്ഷേ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് പിന്നെയും വിശക്കും. അപ്പം ട്രക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അച്ചാച്ചന് മിക്കപ്പോഴും പലയിടത്തും നിർത്തിയൊന്നും ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ ചെറിയൊരു സാൻഡ്വിച്ച് ഈവൻ കഴിച്ചില്ലെങ്കിൽ പോലും കൊടുത്തു വിടും. കാരണം വിശക്കുകയാണെങ്കിൽ ഒരു ബൈറ്റ് എടുക്കാമല്ലോ എന്ന രീതിയിൽ. പണ്ട് കുക്കിങ്ങൊക്കെ ഒരുപാടുണ്ടായിരുന്നെങ്കിലും ഈ കുക്കിങ്ങും പാക്കിങ്ങും അത് ഓർഡർ ചെയ്ത് അറേഞ്ച് ചെയ്യുന്നതൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക, ഒരു സൺഡേ ഫുള്ളി അതിനു വേണ്ടിയായിരുന്നു. കുക്ക് ചെയ്യുക, ഇത് അതിനോട് മാച്ച് ചെയ്ത് ഈ റൈസിന് ഇത് വെജിറ്റബിളിന് അങ്ങനെ ഒരു ഫണ്ണായിരുന്നു ആ സമയമൊക്കെ. ഇപ്പോൾ കുറേ നാളായി അങ്ങനെ കുക്ക് ചെയ്തിട്ട്. ഏതായാലും ഞാൻ ഇന്ന് വെളുപ്പിനെ എണ്ണീറ്റതുകൊണ്ട് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തും. അത് ഞാനിപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോയിൽ പറയണ്ടല്ലോ ജോലി പോയ കാര്യം. ഏതായാലും ഞാൻ ഒരു പുതിയ കരിയർ പോലെ നോക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് പുതിയ ഒരു സെറ്റപ്പിലോട്ട് മാറിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് നേരത്തെ എണ്ണീറ്റതുകൊണ്ട് അതിൻ്റെ തുടക്കപ്പണികളൊക്കെ ചെയ്തു വെക്കാമെന്ന് കരുതി ഞാൻ കുറേ നേരം അതിൻ്റെ പുറകിലായിരുന്നു. ആൻഡ് ഇതെന്താണെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ പെട്ടെന്നൊന്നുമല്ല, സമയമെടുക്കും. കാരണം അത് ഒന്ന് ബിൽഡ് ചെയ്ത് വരാനായിട്ട് ഒരു 3-4 മാസമെങ്കിലും എനിക്കെടുക്കും. അതുകൊണ്ട് ആ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും എന്താണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏതായാലും ഞാനിങ്ങനെ ജോലി തപ്പി സമയം കളയണം, ജോലി തപ്പി എടുക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ടൈമാക്കി എടുത്ത് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. അച്ചാച്ചന് പോകാനുള്ള ചോറ് പാക്ക് ചെയ്തു. രാവിലെ ഉണ്ടാക്കിയ ചോറാണ്. തോരൻ കറിയൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ചോറ് തീർന്നു, അതുകൊണ്ട് രാവിലെ ചോറുണ്ടാക്കി. എൻ്റെ കറിയെല്ലാം മീൻ കറിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ മീൻ കറി എക്സ്പേർട്ടൊന്നുമല്ല, എങ്ങനെയോ തട്ടിക്കൂട്ടിയൊരു കറി. അച്ചാച്ചൻ പിന്നെ അതിലൊന്നും ഒരഭിപ്രായവും പറയത്തില്ല, കഴിക്കും. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, പക്ഷെ ചീത്തയാണെങ്കിൽ പറയത്തേ ഇല്ല. ഞാൻ പണ്ട് അച്ചാച്ചൻ്റെ കൂടെ ട്രിപ്പിന് പോകുമ്പം ഞാൻ കണ്ടുപഠിച്ചൊരു കാര്യമാണ്, അച്ചാച്ചന്
സ്പൂണും ഫോർക്കും ഈവൻ എന്താണ് നമ്മൾ മലയാളികൾ കൈയിട്ട് ഫുഡ് കഴിക്കും. എന്നാലും ഞാൻ അച്ചാച്ചൻ ട്രിപ്പിന് പോവുകയാണെങ്കിൽ ഞാനൊരു സ്പൂണും ഫോർക്കും കൊടുത്തു വിടും. അത് ഞാൻ അച്ചാച്ചൻ്റെ കൂടെ ട്രിപ്പിന് പോയപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. കാരണം ഞാൻ എപ്പോഴും ഫുഡ് പാക്ക് ചെയ്ത് എല്ലാം കൊടുത്തു വിടാറുണ്ട്. പക്ഷേ നമ്മൾ മലയാളികളല്ലേ, നമ്മൾ കൈവച്ച് കഴിക്കുമല്ലോ എന്ന രീതിയിൽ ഞാൻ ഈ സ്പൂണും ഫോർക്കിൻ്റെ കാര്യം അങ്ങ് എപ്പോഴും മറന്നു പോയിട്ടുണ്ട്. പക്ഷേ എന്നാണോ ഞാൻ അച്ചാച്ചൻ്റെ കൂടെ ട്രക്കിൽ പോയി തുടങ്ങിയത്, അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത് കൈ എപ്പോഴും അഴുക്കായിരിക്കും, കയ്യിൽ പെട്രോളിൻ്റെ ഇതുണ്ടാവും, പെട്ടെന്ന് കൈ കഴുകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകത്തില്ല, പല സിറ്റുവേഷൻ പലതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് എപ്പോൾ ഫുഡ് പാക്ക് ചെയ്താലും ഞാനൊരു സ്പൂണും ഫോർക്കും പ്ലസ് ഒരു ടിഷ്യൂ പേപ്പറും പൊതിഞ്ഞ് വെച്ച് കൊടുത്തു വിടും. കാരണം എല്ലാം ആ ഒരു സമയത്ത് ആ ട്രക്കിനകത്ത് അവർ കഴിക്കാതിരിക്കുന്ന സ്ഥലത്ത് എല്ലാം കിട്ടണമെന്നില്ല. എസ്പെഷ്യലി വാഷ്റൂം ഫെസിലിറ്റി പോലും ചിലയിടത്ത് ഉണ്ടാകാറില്ല. ഇന്ന് രാവിലെ കുറച്ച് ഫ്രൂട്ട്സ് കൂടി ആവാമെന്ന് കരുതി. ഫ്രൂട്ട്സ് നമ്മൾ തണ്ണിമത്തൻ ജിലുവിൻ്റെ ഫേവറേറ്റാണ്, അച്ചാച്ചൻ്റെ ഫേവറേറ്റാണ്. അന്നേരം ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി ഞങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കും. അതൊരു 2 ആഴ്ചത്തോളം ഈ സാധനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതും കോസ്കോന്നാണ് കേട്ടോ. ഞങ്ങൾ മിക്ക സാധനങ്ങളും കോസ്കോന്നാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് വാങ്ങാൻ തുടങ്ങിയത്. ഏതായാലും നമുക്കൊരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിലെ മെയിൻ ഘടകം മുട്ട തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും 2 മുട്ട വെച്ചും ജിലു ബേബി 1 മുട്ട വെച്ചും കഴിക്കും. സോ ഞങ്ങളുടെ വീട്ടിൽ നല്ല ചിലവുള്ള സാധനമാണ് മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ പുഴുങ്ങിയോ പൊരിച്ചോ അങ്ങനെ എങ്ങനെ വേണേലും കഴിക്കാം. ഏതായാലും ഇന്ന് ഒരു ബുൾസായി ഉണ്ടാക്കാമെന്ന് കരുതി. 3 മുട്ടയും അത് ഓരോ മുട്ടയും ഓരോ ബുൾസായി ആയിട്ട് ഉണ്ടാക്കാതെ ഞാൻ എല്ലാം ഒന്നിച്ചിട്ട് ഒരു വലിയ ബുൾസായി മീൻസ് വലിയൊരു പാനിലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാറ്. സമയം സേവ് ചെയ്യാമല്ലോ. ജസ്റ്റ് ഓരോന്നേ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളുമാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ആൻഡ് ഇതിൽ സീസണിങ് ചെയ്യുമ്പോഴത്തേക്ക് ജിലുവിൻ്റെ മുട്ട മാത്രം ഈ പെപ്പറോ മുളക് പൊടിയോ ഒന്നും ഇടാതെ ജിലുവിൻ്റെ മുട്ട മാത്രം ദേ ആ മൂലയിൽ കിടക്കുന്നുണ്ടോ, അത് ജിലുവിൻ്റെ മുട്ടയാണ്. ആൻഡ് ബുൾസായി വേഗം വേവാൻ വേണ്ടി നമ്മളൊരു ഗ്ലാസ്സിൽ നിന്നൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലിഡ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം ബുൾസായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബോയിലായി കിട്ടും. ഹാഫ് ബോയിൽ കഴിക്കുന്നവർക്ക് ഹാഫ് ബോയിൽ കഴിക്കാം. പക്ഷെ ചിലവർക്ക് ഈ ഫുൾ ബോയിൽ ഇഷ്ടമാണല്ലോ. ഞങ്ങളും ഈ മഞ്ഞ കഴിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ഈ ഫുൾ ബോയിലാക്കിയിട്ട് അതൊന്ന് മഞ്ഞ മാറ്റാറാണ് സാധ്യത. മഞ്ഞയിൽ കാലറി കൂടുതലുള്ളതുകൊണ്ട് മഞ്ഞ അങ്ങനെ അവോയ്ഡ് ചെയ്യാറാണ് സാധ്യത. ആൻഡ് ഇങ്ങനെ ഇരിക്കും ഫുൾ ബോയിൽ എന്ന് പറയുന്ന ഒരു ബുൾസായി എന്ന് പറയുന്നത്. നമുക്ക് ഫുള്ളി കുക്ക്ഡാണ്, മഞ്ഞയെല്ലാം നല്ല കുക്ക്ഡാണ്. ആൻഡ് ഇത് ഇനി കട്ട് ചെയ്ത് കഴിക്കുക. കട്ട് ചെയ്ത് 4 ബുൾസായി നമ്മുടെ ഇഷ്ട പോർഷൻ അനുസരിച്ച് കട്ട് ചെയ്ത് കഴിക്കുക. ആദ്യം ഞാൻ ജിലുവിൻ്റെത് എടുത്ത് മാറ്റുകയാണ്. ഇനി പെപ്പറോ ഒന്നും അതിലേക്ക് ആകണ്ടെന്ന് കരുതി ജിലുവിന് എടുത്ത് മാറ്റുക. അവൾ എണ്ണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. കാരണം അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എണ്ണീറ്റ് വന്നാൽ ഉടനെ വേണം. അതുകൊണ്ട് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. കാരണം എപ്പോൾ വേണമെങ്കിലും എണീക്കാൻ സാധ്യതയുണ്ട്. കുറേ നേരമായി ഉറങ്ങുന്നു. 7 മണിക്ക് പോകണമെന്ന് പറഞ്ഞ് കിടന്ന ആൾ ഞാൻ ചെന്ന് ചായയായിട്ട് വിളിച്ചിട്ട് പോലും എണീറ്റിട്ടില്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, 7 മണിക്ക് പോകണം 6 മണിക്കൊക്കെ പോകണമെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ രാവിലെ തൊട്ട് വിളിച്ചാലും എന്ന് പറയും. പക്ഷെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് പറയത്തേ ഇല്ല. ഇപ്പോഴേ ഇങ്ങനെ കിടക്കുക, എണീക്കുന്നേ ഇല്ല. പക്ഷേ ഞാൻ ചെന്ന് വിളിച്ചതുകൊണ്ട് ജിലു ബേബി എൻ്റെ കൂടെ എണ്ണീറ്റങ്ങ് പോന്നു. അന്നേരം വന്ന ഉടൻ തന്നെ അവൾ ഡൈപ്പറൊക്കെ മാറ്റി ഫ്രഷാക്കി ഞാൻ കൊണ്ട് ഫുഡ് കഴിക്കാനിരുത്തി. അവൾക്ക് വാട്ടർമെലൺ ഭയങ്കര ഇഷ്ടമാണ്. അത് വാട്ടർമെലണിൽ തന്നെ തുടങ്ങിയ ആൾ. അങ്ങനെ അവൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവളുടെ കൂടെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് കാർട്ടൂൺ ഞങ്ങൾ ഇട്ട് കൊടുക്കാറില്ല ഫുഡ് കഴിക്കാൻ നേരം. അപ്പം അവൾ ആരെങ്കിലും ഒരാൾ കമ്പനി കൊടുക്കും. മിക്കപ്പോഴും ഞാനായിരിക്കും അവളോട് സംസാരിക്കുക. കാരണം പിള്ളേരോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേർ തിരിച്ചിങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യും. കാരണം അതുവഴിയാണ് അവർ ആ കമ്മ്യൂണിക്കേഷനൊക്കെ പഠിക്കുക. അതുകൊണ്ട് ഞാൻ അവൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും ഞാൻ ഓരോ കാര്യങ്ങൾ ചൂണ്ടി അതാണ് ഇതാണെന്നൊക്കെ പറയും. സീരിയസ്ലി എടുത്ത് കഴിക്കേ. നമ്മുടെ അടുത്ത ഒച്ചെങ്കിലും ഞാൻ അച്ചാച്ചൻ്റെ ഫേസ് ഷേപ്പിലിരിക്കണമെന്ന് ആഗ്രഹിക്കുക. കാരണം എന്നറിയാം വെച്ചാൽ ഈ മുഖം വെച്ചിട്ട് കുട്ടീശ്വരം കാണിക്കുമ്പോഴേ എനിക്ക് ഒരു ലജ്ജ തോന്നും. അല്ല, ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് കുട്ടീശ്വരം ഒന്നും കാണിക്കാതെ നല്ല ഒരു ബിഹേവ് ചെയ്യത്തില്ലേ?
എവിടെ പോണോന്ന് എവിടെ പോണം വെളിയില് പോണം. അച്ചാച്ചൻ വീഡിയോയിലൊന്നും വരാത്ത എന്താ? അച്ചാച്ചന്റെ മുഖമൊക്കെ ഭയങ്കര വിഷമോന്ന് എല്ലാരും ചോദിക്കുക. എന്റെ വീഡിയോസ് ഇനി ട്രക്കേഴ്സ് ലൈഫിൽ എന്റെ മാത്രം വീഡിയോസ് ഉണ്ടാവും. ഇയാള് തോന്നുന്ന സ്വഭാവം പറയുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ ഒരു വീഡിയോ ഇടത്തില്ലാന്ന്, ഇനി വീഡിയോ എടുക്കാൻ സമയമില്ലാന്നൊക്കെ. ഈ ചാനലിൽ അത്യാവശ്യം വീഡിയോ ചെയ്യുന്നില്ലേ? ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ആ ചാനലിൽ ചെയ്യട്ടെ. പക്ഷേ ഈ നമ്മുടെ പ്രേക്ഷകർക്ക് അച്ചാച്ചനെ കാണണമെന്ന്. അവിടെ ഒരു വീഡിയോ ഇല്ല, ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. എങ്ങനെ നിങ്ങൾ കാണും? ഇത് കണ്ടില്ലേ? ഇത് കണക്കത്തൊരു പുഴുവിനെയാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കൃത്യം 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ മുതലാളി അടിപൊളി 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നിപ്പോൾ ഇങ്ങനെ കാണിച്ചല്ലോ, നാളെ ഇതേപോലെ എൻ്റെ അടുത്ത് പറയും 5:30 എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന്. അപ്പം ഞാൻ നേരത്തെ എണ്ണിറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലേ എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എണ്ണിക്കില്ല, ഞാൻ കിടക്കും. ഇനിയിപ്പോൾ 5:30 എന്ന് പറഞ്ഞാൽ 7 മണിയാവുമല്ലോ, അന്ന് 4:30 എണ്ണിട്ട് പോവും. ഒന്ന് ആലോചിച്ച് നോക്കണം ഗൈസ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? മുതലാളിക്ക് കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണ്ടേ? എന്നാലല്ലേ നമ്മുടെ കമ്പനിയൊക്കെ റെഡി ആകത്തുള്ളൂ. ഏതായാലും മുതലാളി റെഡിയായി കുഞ്ഞിനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് പോയി. കാരണം ജിലുവിന് വെളിയിലിറങ്ങി പോകണം, അവൾക്ക് സമ്മർ തീരാതായില്ലേ. അപ്പോൾ നമ്മൾ മാക്സിമം ജിലുവിനെ ഒന്ന് വെളിയിൽ കൊണ്ടുപോകാൻ നോക്കുകയാണ്. അയ്യോ നമ്മൾ രണ്ടുപേരും ബ്ലാക്ക് ആണല്ലോ ഇന്ന്. ജോക്സ് അച്ചാച്ചനെ എല്ലാവരും മിസ് ചെയ്ത് ബ്ലോഗിൽ വരണമെന്ന് ഓക്കെ. അണ്ട് എന്നെ നിങ്ങൾ സഹിക്കേണ്ടി വരും. ഞാൻ പോട്ടെ, ബൈ. അച്ചാച്ചൻ വീട്ടിൽ നിന്ന് പോയിട്ട് ജിലു ഉറങ്ങുന്നവരെ ഒരു 2-3 മണിക്കൂറുണ്ട് എനിക്ക് വീട്ടിൽ. ആ സമയത്ത് എൻ്റെ അടുത്തുനിന്ന് മാറത്തില്ല ജിലു. അതുകൊണ്ട് തന്നെ വീട്ടിലിങ്ങനെ കുത്തിയിരിക്കാതെ ഒന്ന് വെളിയിലൊക്കെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ പനിയൊക്കെ മാറി വന്നിട്ടേ ഉള്ളൂ. അന്നേരം ഇന്ന് തൊട്ട് ഞങ്ങളുടെ സർക്കിട്ട് തുടങ്ങുകയാണ്. ജിലുവിന് ഉറക്കം വന്നുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ കയറാൻ വേണ്ടി വാശി പിടിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ. എനർജി ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര കുറവാണ്. കാരണം എനിക്ക് പനിയൊക്കെ വന്ന് ഒന്ന് മാറി വരുന്നുള്ളൂ എല്ലാം. അപ്പോൾ ബാക്ക് ടു നോർമലേ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.